ഒരു കൊച്ചു ഗ്രാമം, പഴകിയ വീടുകൾ, കാളവണ്ടികൾ, കടകൾ, പൊട്ടിപ്പൊളിഞ്ഞ പാത, എല്ലാത്തിനും അതിർത്തി വരച്ച് ഒഴുകുന്ന സരയൂ നദി. ഉഭാഭ്യാം ദേവസവിതഃ പവിത്രേണ സവേന ച മാം പുനേഃ വിശ്വതഃ വൈശ്വദേവേ പുരതേ ദേവ്യാഗാദ്യസ്യാമി മാ ബഹവ്യस्तन्वो बीतपृष्ठाः. बदलाव बहुत अच्छा है यार, बहुत कुछ आ गया है बदलाव. रोड भी चौड़ा हो गया है, रामपड़ी भी जो चौड़ा हो गया है, सब कुछ. 70 ഏക്കർ സ്ഥലത്ത് 380 അടി വീതിയിലും 250 അടി നീളത്തിലും 161 അടി ഉയരത്തിലും പടുത്തുയർത്തിയ 3 നിലകളുള്ള ക്ഷേത്രമാണ് രാമജന്മഭൂമി മന്ദിർ. ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. എന്നാൽ വികസനം എന്നത് വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു പട്ടണത്തെ ആ ക്ഷേത്രം സംസ്ഥാനത്തിൻ്റെ തന്നെ GDP കുത്തനെ വർദ്ധിപ്പിക്കാൻ പ്രാപ്തമാകും വിധം വളർത്തിയെടുത്ത ഒരു അപൂർവ സംഭവം. എങ്ങനെ ഒരു കൊച്ചു പട്ടണത്തിൻ്റെ കഥ അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നത്. അയോധ്യയാണ്. പുരാണങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും കഥ പറയുന്ന അയോധ്യ. ബാബറി മസ്ജിദും രാമജന്മഭൂമി തർക്കവും പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ നാൾവഴികൾക്ക് സാക്ഷിയായ പൊളിറ്റിക്കൽ ഹിന്ദുത്വ രാജ്യത്ത് കൊടികുത്തി വാഴാൻ കാരണമായ നാട്. പതിറ്റാണ്ടുകളായി മോക്ഷം തേടിയിരുന്ന ആ കൊച്ചു നഗരം ഇന്നിതാ വികസനത്തിൻ്റെ പാതയിലാണ്. അതിന് കാരണമായത് വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വൈകാരിക സംഭവം. ഞാൻ ഈ അയോധ്യ ക്ഷേത്രത്തെയും വാരണാസി ചെയ്തതിനെ ഒന്നും ഞാൻ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഒരു സർക്കാർ ചെയ്യേണ്ട കടമകൾ ചെയ്യുകയാണ്. നമ്മുടെ സിറ്റികളൊക്കെ ഇപ്പോൾ എല്ലാം മിക്കവാറും സിറ്റികളെല്ലാം വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. ഈ സർക്കാർ വന്ന ശേഷം പല സ്കീമുകൾ തുടങ്ങി പല സിറ്റികളും മെച്ചമാക്കി. ഇപ്പോൾ വാരണാസി തന്നെ നല്ലൊരു എക്സാമ്പിളാണ്. അങ്ങനെ പല സിറ്റികളും നമ്മൾ മെച്ചമാക്കി. അതിന് നമ്മൾ രാഷ്ട്രീയപരമായി കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി, നല്ല ഭരണത്തിൻ്റെ ഭാഗമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വർഷങ്ങൾ നീണ്ട വനവാസത്തിനൊടുവിലിത അയോധ്യവാസികൾ പട്ടാഭിഷേകത്തിന് തയ്യാറെടുത്തു. ഉത്തർപ്രദേശിലെ ഉത്തരഭാഗത്ത് പഴയ ഫൈസാബാദിന്റെ ഭാഗമായിരുന്ന അയോധ്യയുടെ മുഖം പുതുതാണ്. ആ നഗരം ഇപ്പോൾ അടിമുടി മിന്നുങ്ങുകയാണ്. ൽ പ്രധാനമന്ത്രി നേരിട്ടാണ് ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. 3.5 വർഷങ്ങൾക്കിപ്പുറം പട്ടണത്തിൻ്റെ ആകെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നതും അതേ ഭരണാധികാരി തന്നെ. പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും രാജ്യത്തിന് സമർപ്പിക്കുമ്പോഴും BJPയും RSSും ഉറക്കെ പറയുന്നു, ഇതാണ് തങ്ങൾ അവതരിപ്പിക്കുന്ന സങ്കല്പങ്ങളിലെ അയോധ്യ എന്ന്. എട്ട് മെട്രോ നഗരങ്ങളുടെ മോഡൽ അയോധ്യയ്ക്കായി പരിഗണനയിലുണ്ട്. ഒരേ സമയം ഒന്നിലധികം ഭാഗങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, നടപ്പിലാക്കുന്നു. ₹30,500 കോടി ചിലവ് വരുന്ന 178 പ്രോജക്റ്റുകൾ. അതിനപ്പുറം 6,000 കോടി രൂപയുടെ അധിക നിക്ഷേപ പദ്ധതികൾ.
2017 ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്നതിന് പിന്നാലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇന്നത്തെ അയോധ്യ നഗരി എങ്ങനെയാകണമെന്ന ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി തുടങ്ങിയിരുന്നു. അതായത് തർക്കത്തിൽപ്പെട്ട ഭൂമിയിൽ രാമജന്മഭൂമി ക്ഷേത്രം പണിയാമെന്ന സുപ്രീം കോടതി വിധി വരുന്നതിനും ഏറെ മുന്നേ തന്നെ പദ്ധതി മനസ്സിൽ കണ്ടു തുടങ്ങിയിരുന്നു. ഈ വർഷാവസാനത്തോടെ അയോധ്യയെ ഒരേ സമയം ആധുനികവും വൈകാരികവും സുന്ദരവും സൗകര്യപ്രദവും ശുദ്ധവും അനുഗ്രഹീതവുമായ നഗരമാക്കുകയാണ് ലക്ഷ്യം. വികസനത്തിന്റെ അടിത്തറ പടുത്തുയർത്തി കഴിഞ്ഞു അയോധ്യയിൽ. പഴക്കം ചെന്ന ഇന്നലെയുടെ അടയാളങ്ങളെല്ലാം തേച്ചുമിനുക്കി ചുവരുകളിൽ രാമന്റെയും ഹനുമാന്റെയും ചിത്രങ്ങൾ, ജയ് ശ്രീരാം വിളികൾ, കൊത്തുപണികൾ. ക്ഷേത്രങ്ങളിലെ ഭജനകളും പ്രതിധ്വനികളും ശംഖുനാദങ്ങളുമായി ലയിച്ച് മണ്ണുമാന്തുകളുടെയും കൊത്തുപണിക്കാരുടെയും കച്ചവടക്കാരുടെയും കുരങ്ങന്മാരുടെയും ശബ്ദം. നിർമ്മാണ തിരക്കുകൾക്കിടയിൽ പൊടിപടലങ്ങൾക്ക് നടുവിൽ രാമനഗരിയിലെ ഐതിഹ്യങ്ങളെ പുതച്ച് മൂടൽമഞ്ഞും തണുത്ത കാറ്റും വീശുന്നു. നേരത്തെ രാംലല്ലയെ പ്രതിഷ്ഠിച്ചിരുന്ന ക്ഷേത്രം കാണാൻ പ്രതിമാസം 60,000 പേർ മാത്രമായിരുന്നു അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സുപ്രീം കോടതി വിധിക്ക് മാസങ്ങൾക്ക് പിന്നാലെ രാമക്ഷേത്ര നിർമ്മാണവും ആരംഭിച്ചതോടെ പ്രതിമാസം എത്തുന്ന ആളുകളുടെ എണ്ണം ലക്ഷങ്ങളിലേക്ക് കുതിച്ചു. അയോധ്യ ഒരു തിരക്കേറിയ നഗരമായി മാറി. കാത്തിരിപ്പ് അവസാനിക്കുന്ന ജനുവരി 22 ശേഷം അയോധ്യയെ ലക്ഷ്യമാക്കി കുതിക്കാനൊരുങ്ങുന്നത് പ്രതിദിനം 70 തീവണ്ടികളും 20-ലധികം വിമാനങ്ങളുമാണ്. റോഡ് മാർഗം ലക്നൗ ഫൈസാബാദ് വഴി ആയിരങ്ങൾ എത്തുമെന്ന് കണക്കുകൂട്ടി. भीड़ जब आएगा ना 22 जनवरी के बाद आएगा ना, पहले से अच्छा हो गया है, बहुत अच्छा हो गया है. स्टेशन भी सामने बन गया है. റെയിൽ ഗതാഗതം അടിമുടി മാറ്റാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭാരത് എക്സ്പ്രസുകൾ വന്ദേ ഭാരതും അമൃത് ഭാരതും അയോധ്യയിലേക്ക് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 10-ൽ താഴെ മണിക്കൂർ മാത്രം മതി ഡൽഹിയിൽ നിന്ന് അനായാസം ട്രെയിൻ മാർഗം കീശയിൽ ഒതുങ്ങുന്ന ചെലവിൽ അയോധ്യയിലെത്താം. रूट पे जो यात्री चलने वाले थे उनके लिए 2 ट्रेनें महत्वपूर्ण थी. एक बिहार संपर्क जो कि अपनी समय से सुबह के समय में पहुंचा देती थी, जिससे आगे की यात्रा करने वाले को आसानी होती थी. ट्रेनें चलाई गई हैं, इससे मैं मानता हूं कि मिथिला के क्षेत्र के बहुत बड़े क्षेत्र को बहुत सुविधाजनक ट्रेन दी है. കേന്ദ്ര സർക്കാർക്ക് വലിയ പ്ലാനുകളുണ്ട്. ഒരു വർഷത്തിനപ്പുറം നാനാ മതസ്ഥരെയും സമുദായത്തിലെ വിവിധ തട്ടിൽ ഉൾപ്പെട്ടവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും അയോധ്യയെ. മാറ്റങ്ങൾ പ്രകടമാണ്. 1750 കോടി രൂപ ചിലവഴിച്ചാണ് ക്ഷേത്ര ഗോപുരം പോലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണം. ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാരെ സ്വീകരിക്കാനാണ്. 2ാം ഘട്ടത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കും. ഒപ്പം വിമാനത്താവളത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനെയും രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധിപ്പിക്കാൻ മുഖം മിനുക്കിയ സഞ്ചാരപാതകളും രാംപഥ് എന്നും ധരംപഥ് എന്നും പേര് നൽകിയിരിക്കുന്നു. വിശ്വാസികൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന ജനത്തെ ആകർഷിക്കാൻ ലതാ മങ്കേഷ്കർ ചൗക്കും
സൂര്യസ്തംഭങ്ങളും സരയൂ ഘാട്ടിലെ സായാഹ്നത്തെ മനോഹരമാക്കുന്ന അലങ്കാരങ്ങളും, ഒപ്പം പാർപ്പിട സൗകര്യമൊരുക്കി ആഡംബര ടെന്റ് സിറ്റികളും തയ്യാറാണ്. ഒരുങ്ങുന്നത് വിനോദ കേന്ദ്രങ്ങളും ആയുർവേദ ചികിത്സാശാലകളും മ്യൂസിയവും മാളുകളും പടുകൂറ്റൻ സ്റ്റാർ ഹോട്ടലുകളും. ഇതിനോടകം 300 ഹോം സ്റ്റേകൾ പടുത്തുയർത്തി കഴിഞ്ഞു. വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത് നല്ലതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുമെങ്കിൽ തന്നെയും നമുക്ക് ഇന്ത്യയിലെ തന്നെ ആൾക്കാർ ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ 60% ടൂറിസവും ഈ മതപരമായ പ്രസ്ഥാനങ്ങളെ ചുറ്റിയുള്ള ടൂറിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ടൂറിസ്റ്റുകൾ അവിടെ പോയാൽ അതൊരു ആസ്വാദകരമായ സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. आने वाले समय में राम मंदिर बन जाएगा तो लोगों के लिए और उत्साह का विषय रहेगा, और भी लोग आएंगे देखने के लिए. भीड़ आ रही है, लोग अधिक से अधिक संख्या में आ करके भगवान का दर्शन भी कर रहे हैं. और भी चीज़ें जो यहाँ पे डेवलप की जा रही हैं उसके लिए बहुत बहुत दूर दूर से लोग इसको देखने के लिए, मतलब अपनी नग्न आँखों से देखने के लिए लोग तरस रहे हैं. അയോധ്യയ്ക്ക് ചുറ്റുമുള്ള തൂണുകളിലും നഗരത്തെ പ്രദക്ഷിണം വയ്ക്കുന്ന 180 ഭിത്തികളിലും രാമായണ ചിത്രങ്ങളുണ്ട്. ശ്രീരാമന്റെയും രാമൻ പിറന്ന മണ്ണിന്റെയും കഥ പുരാണ ശ്ലോകങ്ങൾ പോലെ കൊത്തിവെച്ചിട്ടുമുണ്ട്. ഭൂമിയുടെ പേരിൽ ചരിത്രപ്രസിദ്ധമായ തർക്കങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന അയോധ്യയിൽ ഇന്നെല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സന്തുഷ്ടരാണ്. ഞൊടിയിടയിൽ മാറുന്ന നഗരത്തിന്റെ പുത്തൻ മുഖം കണ്ട്. ഒരു മിനി മെട്രോ നഗരത്തിന്റെ മുഖം ഉൾക്കൊണ്ട് രാജ്യത്തെ ആദ്യ ആസൂത്രിത തീർത്ഥാടന നഗരമായി മാറും അയോധ്യ. ശ്രീരാമ രൂപങ്ങളും കാവി നിറത്തിലുള്ള കൊടികളും കൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന പാതയിലുള്ള കടകൾ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. ജയ് ശ്രീരാം എന്നും ജയ് ഹനുമാൻ എന്നും അടയാളപ്പെടുത്തി. അയോധ്യയിലെ കെട്ടിടങ്ങൾക്കുമുണ്ട് പ്രത്യേകത. എല്ലാത്തിനും ഒരേ മാതൃക, ഒരേ രൂപം. മഞ്ഞ, കാവി, വെള്ള എന്ന ഒരേ രീതിയിൽ കളർ പാലറ്റുകൾ. കടകളുടെ ബോർഡിലുമുണ്ട് അസാമ്യത. 3 ഡിസൈനുകളിലാണ് അവയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്താണ് എല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. भैया दाल में नमक चल रहा है, दुकान लगाने को नहीं मिल रहा है, और जरा से लगाए हैं पुलिस वाले हटा बढ़ा देते हैं, मकान बनने नहीं दे रहे हैं, दुकान लगने नहीं दे रहे हैं. പുരാണങ്ങളിലെ അയോധ്യയിൽ സിംഹാസനവും രാജകൊട്ടാരവും സ്വർണ്ണ ലിപികളാൽ എഴുതി പിടിപ്പിച്ച കഥകളും പറയാനുണ്ട്. യാഥാർത്ഥ്യത്തിലെ അയോധ്യയെയും കെട്ടുകഥകളുടെ സഹായമില്ലാതെ കേട്ടുകേൾവിക്കും അപ്പുറത്തുള്ള ദർശന വിസ്മയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടെ പിറവിയെടുത്തതാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി. സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കി അയോധ്യയ്ക്ക് ഇന്ന് കാണുന്ന രൂപം നൽകിയതിൽ അവരുടെ പങ്കും വലുതാണ്. സൈഡ് എഫക്ട്സ് ഓരോ പ്രവൃത്തിയിലുമുണ്ട്. നഗരത്തെ മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെയും കടകമ്പോളങ്ങൾ തകർക്കപ്പെട്ടവരുടെയും കണ്ണീർ കൂടെ വീണ മണ്ണാണ് അയോധ്യയുടേത്. സ്ഥലമേറ്റെടുപ്പും ഭൂമി കച്ചവടവും അധികാരികളുടെ കണ്ണിൽ പെടുത്താതെ ഇത്തിൽ കണ്ണികൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഉപയോഗപ്രദമാക്കുന്നുമുണ്ട്. കന്ദർപൂർ ഗ്രാമത്തിലുള്ള അഭിറം ദാസ് 1-ാം വാർഡ്. രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് 5 കിലോമീറ്റർ മാത്രം ദൂരം.
ഹോം സ്റ്റേകൾക്കും പാർക്കിംഗ് സൗകര്യങ്ങൾക്കും സർക്കാർ ഗസ്റ്റ് ഹൗസുകൾക്കുമായി സ്ഥലം കണ്ടെത്തുന്നത് പലയിടങ്ങളും കയ്യേറിയാണ് എന്നത് വാസ്തവം. ഗ്രാമത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ആവാസ് യോജനയ്ക്ക് കീഴിൽ വീടും ഗ്യാസ് സബ്സിഡിയും കുടിവെള്ളവും നൽകുന്നുണ്ട്. എന്നാൽ അധികാരികൾ പെട്ടെന്നൊരു നാൾ വന്ന് ഒരു ബോർഡ് കുത്തിവെച്ച് സർക്കാർ സ്ഥലമാണെന്ന് പറയുന്നു. കിടപ്പാടം ഇല്ലാതാവുന്നവർ മറ്റുള്ളവരുടെ ഇടങ്ങൾ കയ്യേറുന്നു. अब यही है कि अब मेरा गेट बंद कर लिए हैं लोगों ने, तो हम कहाँ पे जाएं? मोदी जी हैं, सबको छत देते हैं, तो क्या हमारा छत उजाड़ेंगे? ऐसा नहीं होगा ना. तो सर हमको मतलब इंसाफ दिलाइए कि हमें रास्ता मिलना चाहिए. गेट हमारा खुल जाए, इधर भाई बनवा लेगा तो उधर हम कहाँ जाएंगे? और कहीं भी जाते तो मेरी सुनवाई नहीं होती है. कहते हैं वहाँ जाओ, ये करो, वहाँ से स्टे लेके आओ, वो करो. बताइए हम स्टे पा गए तो क्या उससे कोई मतलब नहीं हुआ? स्टे का कागज लगा हुआ है, फिर भी ये सब परेशान कर रहे. पुलिस वाले आके कहते हैं कि बनवाने दो, उसका ज़मीन है, उसे नजुल वालों ने दे दिया है तो उसे बनवाने दो. ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന വഴികളുടെ വീതി കൂട്ടാൻ ചെറുകിട വ്യാപാരികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കും. വീടും കടകളുമെല്ലാം ഇടിച്ച് പൊളിച്ചു കളയും. ഇതുവരെ അങ്ങനെ 30 ചെറു ക്ഷേത്രങ്ങളും 8 പള്ളികളും കൂടെ പൊളിച്ചു മാറ്റിയതായാണ് കണക്ക്. അയോധ്യയെ ചുറ്റിയൊഴുകുന്നത് സരയൂ മാത്രമല്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് തൊട്ട് കൂടെയുണ്ട് ഒരിക്കലും ശമിക്കാത്ത വിവാദങ്ങളും തർക്കങ്ങളും. അങ്ങനെ ഇപ്പോഴും ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളെയും സ്വാധീനിക്കാനുള്ള കെൽപ്പ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണത്തിന് പോലുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ഫ്ലോർ ലീഡർമാർ, ഭരണത്തലവന്മാർ, VVIPകൾ, 1992 പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ, അവരുടെ പ്രതിനിധികൾ എന്നിങ്ങനെ വേർതിരിച്ചാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണക്കത്ത് BSPയും ക്ഷേത്ര ട്രസ്റ്റും കൈമാറി തുടങ്ങിയത്. പക്ഷേ വിശ്വാസവും മൂല്യങ്ങളും രാഷ്ട്രീയവുമായി എളുപ്പത്തിൽ ലയിക്കുന്ന ഇന്ത്യയിൽ വാക്പോരിനും ധ്രുവീകരണ ചിന്തകൾക്കും അതൊരു ട്രിഗർ പോയിന്റായിരുന്നു. We are open to all religions, all practices. Even the authorities of the Hindu religion, the biggest authorities of the Hindu religion, have made their view public about what they think about the 22nd January function, that it is a political function, right? So it is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. 2 മാസത്തിനപ്പുറം പൊതു തിരഞ്ഞെടുപ്പ്. രാജ്യത്തെ നാനാ മതസ്ഥരുടെയും കൈവിരലുകളിൽ വീണ്ടും മഷി പുരളും കാലം. തിരഞ്ഞെടുപ്പ് ഗോതയിൽ എതിരാളികളെ നേരിടാൻ BJP ഒരുങ്ങുന്നതിന്റെ നേർചിത്രം കൂടെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. ജനുവരി 22 ഇന്ത്യയുടെ ഭരണത്തലവന്മാർ അയോധ്യയിലെത്തും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ പങ്ക് വഹിക്കും. ജയ് ശ്രീരാം വിളികൾക്കൊപ്പം രചിക്കപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതുക്കപ്പെട്ട അധ്യായവും. ക്ഷേത്രത്തിൽ മണിയും ശംഖുനാദവും മുഴക്കുമ്പോൾ കോടാനുകോടി വീടുകളിൽ രാമജ്യോതിയും തെളിയിക്കും. തിരഞ്ഞെടുപ്പ് ഗോതയിൽ BJP ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഏറ്റവും വലിയ വാഗ്ദാനം. ആശയ പോരാട്ടങ്ങൾക്കിടയിൽ തിരിച്ചുപോക്ക് സാധ്യമാകാത്ത പുതുതലം കുറിച്ച് കേന്ദ്ര സർക്കാർ തൊടുക്കുന്ന വജ്രായുധം, അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രം.